സിനിമാ നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗം ഇന്ന് കൊച്ചിയിൽ നടക്കും. സമിതി ചെയർമാൻ ഷാജി എൻ കരുൺ, കൺവീനർ മിനി ആന്റണി എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. അതേസമയം സമിതിയിൽ നിന്ന് പുറത്താക്കിയ മുകേഷ് ഒഴികെയുള്ള അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മിഥുൻ മുരളിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. മിഥുൻ, ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സംഘടിപ്പിക്കുന്ന സിനിമാ കോൺക്ലേവിന് മുന്നോടിയായാണ് ഈ സമിതിയുടെ യോഗം നടക്കുന്നത്. അല്പസമയത്തിനകം യോഗം ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വലിയ രീതിയിൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പീഡന ആരോപണങ്ങളൊക്കെ വന്ന സാഹചര്യത്തിൽ മുകേഷിനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ നയരൂപീകരണ ചർച്ചയിൽ നിന്ന്. അവസാനം ഈ മുകേഷിന് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം കൂടെ കാണുന്നില്ല, പ്രത്യേകിച്ച് മുകേഷിനെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. രജനി, 2023 ഓഗസ്റ്റിലാണ് സിനിമാ നയരൂപീകരണ സമിതി രൂപീകരിച്ചത്. പക്ഷേ ഇതുവരെയും ഒരു ചർച്ചയിലേക്ക് കടക്കാൻ നയരൂപീകരണ സമിതിക്ക് കഴിഞ്ഞിരുന്നില്ല. നയരൂപീകരണ സമിതിയുടെ ആദ്യ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. രാവിലെ 11 മണിക്കാണ് ചർച്ച നടക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെയും ആവശ്യകതയും അതിന്റെ പശ്ചാത്തലത്തിലുമാണ് ഷാജി എൻ കരുൺ അധ്യക്ഷനായി സിനിമാ നയരൂപീകരണ സമിതി നേരത്തെ രൂപീകരിച്ചത്. നിർമ്മാതാക്കളുടെയും വിതരണക്കാരുടെയും സംഘടനകളുമായിട്ടുള്ള ചർച്ചയുണ്ട്. മുകേഷ് പങ്കെടുക്കുന്നില്ല. രാവിലെ 11 മണിക്ക് ചർച്ച ആരംഭിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ചർച്ചയിൽ പങ്കെടുക്കും. സംവിധായകൻ ഷാജി എൻ കരുണാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവരുടെ പ്രതിനിധികളുമായിട്ടാണ് ഇന്ന് രാവിലെ 11 മണിക്ക് ചേരുന്ന ചർച്ച നടക്കുന്നത്. നയരൂപീകരണ സമിതിയിൽ മുകേഷ് ഉൾപ്പെട്ടത് വലിയ വിവാദമായിരുന്നു. ആ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മുകേഷിനെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. മുകേഷ് ഒഴികെയുള്ള 10 പേരാണ് ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഷാജി എൻ കരുൺ, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി, മഞ്ജു വാര്യർ, ബി ഉണ്ണികൃഷ്ണൻ, പത്മപ്രിയ, രാജീവ് രവി, നിഖില വിമൽ, സന്തോഷ് കുരുവിള, സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് എന്നിവരാണ് സമിതിയിലെ മറ്റ് അംഗങ്ങൾ. വ്യക്തിപരമായ ചില അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബി ഉണ്ണികൃഷ്ണനും പത്മപ്രിയയും യോഗത്തിൽ പങ്കെടുക്കുകയില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. സിനിമാ രംഗത്തെ വിവിധ മേഖലകളിലെ ആളുകളുമായി സംസാരിച്ച് കൂടിക്കാഴ്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രൂപീകരിച്ച് ഒരു സിനിമാ നയം രൂപീകരിക്കുക എന്നതായിരുന്നു സിനിമാ നയരൂപീകരണ സമിതിയുടെ ലക്ഷ്യം. അതിന്റെ ഒരു പ്രാഥമിക നടപടി എന്ന രീതിയിലാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഇന്ന് പ്രധാനമായും ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവരുടെ പ്രതിനിധികളുമായാണ് ചർച്ച ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ ഫെഫ്ക ഉൾപ്പെടെയുള്ള മറ്റ് സംഘടനകളുമായുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ നടക്കും. താരസംഘടനയായ അമ്മയ്ക്ക് നിലവിൽ ഭാരവാഹികൾ ഇല്ലാത്തതിനാൽ സംഘടനാ പ്രതിനിധികളുമായുള്ള യോഗം ഉടനെ ഉണ്ടാവില്ല. പുതിയ ഭാരവാഹികളെ താരസംഘടനയായ അമ്മയുടെ പുതിയ ഭാരവാഹികൾ നിലവിൽ വന്നതിന് ശേഷമായിരിക്കും സിനിമാ നയരൂപീകരണ സമിതി അമ്മയുമായി ചർച്ച നടക്കുക. സിനിമാ കോൺക്ലേവിന് മുൻപായി ഒരു കരട് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇവരെ ലക്ഷ്യം വെക്കുന്നത്. എല്ലാ സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളുമായി ചർച്ചകൾ നടത്തി ഒരു കരട് രേഖ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഒരു പ്രാഥമിക ഘട്ട ചർച്ച ആരംഭിക്കുന്നത്. വിവിധ സംഘടനകളുമായി ചർച്ച നടത്തി കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കി അത് സിനിമാ കോൺക്ലേവിൽ അവതരിപ്പിക്കാനുള്ള ശ്രമവുമുണ്ട്. അവിടെ ഉയർന്ന ചർച്ചകളുടെയും അഭിപ്രായങ്ങളുടെയും വിശദമായ ഡ്രാഫ്റ്റ് തയ്യാറാക്കി സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പരിഗണനയിലേക്കും വെക്കും. അവരുടെ കൂടെ അഭിപ്രായത്തെ തുടർന്നായിരിക്കും ഒരു സിനിമാ നയം സർക്കാർ രൂപീകരിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺക്ലേവ് നീണ്ടുപോകുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ തീരുമാനവുമായിട്ടില്ല. അവിടെയാണ് മിഥുൻ, കാരണം മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ നവംബറിൽ കോൺക്ലേവ് നടത്താനാണ് തീരുമാനം. അതിന് മുൻപായിട്ട് ഈ നയരൂപീകരണ സമിതിയിൽ ചർച്ചകൾ നടക്കണം, കമ്മിറ്റി ഉണ്ടാക്കണം, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഈ യോഗത്തിൽ പോലും 10 പേർ മാത്രമാണ് പങ്കെടുക്കുന്നത്. അമ്മ ഇപ്പോൾ പിരിച്ചുവിട്ട ഒരു സാഹചര്യമാണ്. അതിന് പുതിയ സമിതിയൊക്കെ രൂപീകരിക്കണം, എന്നാൽ മാത്രമേ അവരിൽ നിന്നുള്ള ആളുകളെ എടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ ഇതേറെ നീണ്ടുപോകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇതെങ്ങനെ നമുക്ക് നോക്കിക്കാണാം? ഈ സിനിമാ നയ രൂപീകരണ ചർച്ച എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് സിനിമാ പ്രവർത്തകർക്ക് തന്നെ? രജനി, സിനിമാ മേഖലയിലെ എല്ലാ സംഘടനകളും മുഴുവൻ സംഘടനകളുമായിട്ട് ഒരു ചർച്ചകൾ നടത്തി അവരുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തലുകൾ എല്ലാം രേഖപ്പെടുത്തി അത് സർക്കാരിന് മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഈ സിനിമാ നയ രൂപീകരണ സമിതിയുടെ ഒരു ലക്ഷ്യം. പക്ഷേ അതിനുവേണ്ടി 2023 ഒരു വർഷം മുൻപ് ഈ നയരൂപീകരണ സമിതി രൂപീകരിച്ചു. പക്ഷേ ഇത്രയും കാലമായിട്ടും അതിന്റെ ഒരു പ്രാഥമികഘട്ട ചർച്ച പോലും ഒന്നിച്ചിരുന്ന് ഏതെങ്കിലുമൊക്കെ സംഘടനകളെ കൂടിയിരുത്തിക്കൊണ്ടുള്ള ഒരു കൂടിയാലോചന നടത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനുശേഷം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം
അതിനുശേഷം ഈ വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വളരെ വേഗത്തിൽ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നത്. അത് ആദ്യഘട്ട ചർച്ച ഇന്നുണ്ടാകുന്നു. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചർച്ച ഉണ്ടാകുന്നു. അതിനുശേഷം ഇനി അടുത്ത ഓരോ സംഘടനകളുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകൾ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തണം. അവരുടെ വിലയിരുത്തലുകൾ, അഭിപ്രായങ്ങൾ തേടണം. അമ്മയ്ക്ക് ഭാരവാഹി ഇല്ലാത്തതുകൊണ്ട് അമ്മയുടെ പുതിയ ഭാരവാഹികൾ, താരസംഘടനയ്ക്ക് ഭാരവാഹികൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ പുതിയ പുതിയ ഭാരവാഹികളുമായി ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ എപ്പോഴാണ് ഒരു ഡ്രാഫ്റ്റ്, ഏകദേശം ഒരു ചിത്രം ഇവർക്ക് തയ്യാറാക്കാനാവുക എന്നുള്ളത് ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. കോൺക്ലേവിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതെന്ന് നയരൂപീകരണ സമിതി പ്രാഥമിക ഘട്ടത്തിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നവംബറിൽ കോൺക്ലേവ് നടക്കുമെന്ന് പറയുന്നു. കോൺക്ലേവിന് മുൻപായിട്ട് ഇനി 2 മാസം കൊണ്ട് ഈ ചർച്ചകൾ പൂർത്തീകരിക്കാനാകുമോ? ഈ ചർച്ചയിൽ കൃത്യമായി തന്നെ മുഴുവൻ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ, കൃത്യമായി വിലയിരുത്തലുകൾ രേഖപ്പെടുത്താനാകുമോ? എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കരട് ഡ്രാഫ്റ്റ് തയ്യാറാക്കാനാകുമോ എന്നുള്ളതെല്ലാം ഒരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. രജനി, ശരി. സിനിമാ നയത്തിന്റെ കരട് രൂപീകരിക്കാനുള്ള ചർച്ച അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.